നമ്മുടെ പെൺപുലികൾ അഭിമാനത്തോടെ തിരിച്ചു വന്നു. AFC അണ്ടർ-20 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് 20 വർഷത്തിന് ശേഷമായിരുന്നു ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പങ്കെടുത്തത്. 2003 അവസാനമായിട്ട് ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. നീണ്ട 23 വർഷങ്ങൾക്ക് ഇപ്പുറം 2026 നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന മത്സരത്തിൽ സിംബാനി ദേവിയുടെ മികവിൽ ചൈനീസ് തായ്പേയെ നമ്മൾ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിജയം ആഘോഷിച്ചു. എങ്കിൽ പോലും പിന്നീട് നടന്ന ജോർദാന്റെ മത്സരത്തിൽ ഫലം ഇന്ത്യക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മളുടെ കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ടൂർണമെന്റിൽ 9ാം സ്ഥാനക്കാരായിട്ട് ഇന്ത്യ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാർ എന്ന ലേബലിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഗോൾ ഡിഫറൻസിൽ 1 ഗോളിന്റെ നേരിയ വ്യത്യാസത്തിൽ ഇന്ത്യക്ക് പുറത്തേക്ക് മടങ്ങേണ്ടി വന്നു. ഏതായാലും 23 വർഷത്തെ ചരിത്രത്തിന് ശേഷം വീണ്ടും AFC അണ്ടർ-20 ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ ഇന്ത്യ ബൂട്ട് കെട്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ നോക്കിക്കണ്ടത്ര നിരാശപ്പെടുന്ന പ്രകടനമൊന്നും അല്ല പെൺപുലികളിൽ നിന്നും ഉണ്ടായത്. ഏതായാലും സിംബാനി ദേവി വരുംകാല ഇന്ത്യൻ ഫുട്ബോളിന്റെ വനിതാ രത്നമായിട്ട് മാറും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. പുരുഷ ഫുട്ബോൾ ടീമിന് ജമൈക്കയ്ക്കെതിരെയുള്ള മത്സരമുണ്ട്. അവിടെ കാര്യങ്ങൾ എന്താവുമെന്ന് അറിയത്തില്ല. ഏതായാലും വനിതാ ഫുട്ബോളിലെ പുതിയ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഷേപ്പ് നമ്മുടെ ഇന്ത്യൻ വനിതാ ഫുട്ബോളിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങളാരും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ഫോളോ ചെയ്യുമെന്ന് അറിയത്തില്ല. ഞാനിനി വേൾഡ് ഫുട്ബോളിലേക്ക് പതിയെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതേ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങണോ അതോ പുതിയ ചാനൽ വേൾഡ് ഫുട്ബോളിന് വേണ്ടി തുടങ്ങണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. ഒരു ക്ലാരിറ്റി അതിനകത്ത് കിട്ടിയിട്ടില്ല.